പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് 11-ന് വടകരയിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വടകര കോട്ടപ്പറമ്പിൽ വെച്ച് നടക്കുന്ന സ്വീകരണ യോഗത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. നമ്മളിപ്പോൾ ഈ സമ്മേളനം വിളിച്ചതിൻ്റെ കാരണം നമ്മൾ മറ്റന്നാൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര വടകരയിൽ എത്തിച്ചേരുക. ഈ മാസം 6-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച പുതുയുഗ യാത്രയാണ് വടകര നിയോജകമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പുതുയുഗ യാത്രയുടെ പ്രസക്തിയെ സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനോടടുപ്പിച്ചാണ് പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ പുതുയുഗ യാത്ര നടത്തുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ UDF കൈവരിച്ച നേട്ടം എന്ന് പറയുന്നത് എടുത്ത് പറയത്തക്കുള്ള നേട്ടമാണ്. 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDF മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചത്. പക്ഷേ 2010 പിന്തള്ളിക്കൊണ്ടാണ് 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അത് ഗ്രാമപഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്തും ഒക്കെ വലിയ ശതമാനം കോൺഗ്രസ് UDF മുന്നണിക്ക് കരസ്ഥമാക്കി മുന്നോട്ട് വരാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ കേരളത്തിലെ 9.25 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണ വിരുദ്ധ വികാരം കേരളത്തിൽ അലയടിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പരിപാടിയുമായി പ്രതിപക്ഷ നേതാവ് വരുന്നത്. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. ആ ജനങ്ങളുടെ പ്രതികരണമാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ കേരളത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ പിഴുതെറിഞ്ഞുകൊണ്ട് കേരളത്തിലൊരു ജനകീയ സർക്കാർ ഉണ്ടാവണം. ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ആളുകൾ പങ്കെടുക്കണം. ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്ര നമ്മൾ വടകര എത്തിച്ചേരുന്നത്. വടകര എത്തിച്ചേരുന്നത് 2.5 മണിക്കാണ് വടകര എത്തിച്ചേരുന്നത്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ രാവിലെ കാലത്ത് ആരംഭിക്കുന്നത് കുറ്റ്യാടിയിൽ നിന്നാണ്. കുറ്റ്യാടിയിൽ നിന്ന് തുടങ്ങി പിന്നെ അത് നാദാപുരത്തെത്തി 3ാമത്തെ പോയിൻ്റാണ് വടകര എത്തിച്ചേരുന്നത്. അപ്പോൾ വടകരയിൽ നമ്മളിതിനെ വിപുലമായി ഈ യാത്രയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് UDF RMP മുന്നണികൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ താഴങ്ങാടിക്ക് പോകുന്ന ഓവർബ്രിഡ്ജിൻ്റെ സമീപത്ത് നിന്നാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ച് കോട്ടപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോട്ടപ്പറമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്രയെ സംബന്ധിച്ച് ആ കോട്ടപ്പറമ്പിൽ നടക്കുന്ന യാത്ര അത് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു യാത്രയായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈ മാസം 6-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര എല്ലാ സ്ഥലങ്ങളിലും എത്തുമ്പോഴും ആ ജനങ്ങൾ ശക്തമായി വലിയ ഒരു ജനസഞ്ചയം തന്നെ ഈ യാത്രയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിപ്പോൾ വടകരയിലെ പുതുയുഗ യാത്ര എത്തിച്ചേരുമ്പോൾ വടകരയിൽ നിന്നുള്ള വടകര നിയോജകമണ്ഡലത്തിലെ ഏകദേശം ഒരു 8000-ഓളം പ്രവർത്തകർ ഈ പുതുയുഗ യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി വടകരയിൽ എത്തിച്ചേരും. അപ്പോൾ അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എസ് എന്ന് രാജിവെച്ച ജില്ലാ പ്രസിഡന്റ് ഗോപാലൻ മാഷ് ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വ നിരയും പ്രവർത്തകരും ആ പരിപാടിയിൽ പങ്കെടുക്കും. നേതാക്കന്മാർ ആ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വീകരണ പരിപാടിയിലെത്തും. ആ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വീകരണ പരിപാടി വെച്ച് നേതാക്കളെയൊക്കെ തന്നെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുന്ന ഒരു ചടങ്ങും വടകര കോട്ടപ്പറമ്പിലുണ്ട്. ഇപ്പോൾ ഗോപാലൻ മാഷ് ഇപ്പോഴത്തെ ജില്ലാ കോൺഗ്രസ് എസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി പ്രവർത്തിച്ച അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും പ്രവർത്തകരും ഒക്കെ നേതാക്കന്മാർ പ്രവർത്തകരൊക്കെ കോൺഗ്രസിലേക്ക് വരുന്നത് ഈ കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മളെ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വടകരയുള്ള സ്വീകരണ പരിപാടി വമ്പിച്ച രീതിയിൽ വിജയിപ്പിക്കാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ
എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.